ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പയണയിലപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഗോതമ്പ് മാവ് എടുത്തത് കേട്ടോ. ഗോതമ്പ് മാവ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഇത്തിരി നന്നായി സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വയണയില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു. അതിലേക്ക് ഗോതമ്പ് മാവ് ചൂടുവെള്ളത്തിൽ നനച്ച് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച്, നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നനയ്ക്കുക, ഇല്ലെങ്കിൽ അത് ഫുള്ള് കുഴഞ്ഞു പോകും. അപ്പോൾ അതല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ടിട്ട് നന്നായിട്ട് തേങ്ങയും ശർക്കരയും മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കുമ്പിളപ്പം എന്നാ പണ്ടുള്ളവർ പറയുക കേട്ടോ. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. ചേർത്തതിന് ശേഷം നമ്മളത് നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൽ നിറച്ച് ചെറുതായിട്ട്, ഒരുപാട് അങ്ങ് വലിയ ഇലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി ചെറുതായിട്ട് വെച്ചാലും മതി. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ട് അതിലുണ്ടാക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വട്ടയിലപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വട്ടയിലപ്പം ഇത്തിരി നന്നായിട്ട് ലൂസ് മാവ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് നിറച്ച് വൈകിട്ടത്തെ സ്നാക്സായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഞാൻ നിറച്ച് ഓരോന്നായിട്ട് എടുത്ത് ഫില്ല് ചെയ്ത് വച്ചിരിക്കുന്നതാണിത്. നമ്മളിപ്പോൾ ഗ്യാസിற்கு ക്ഷാമമായതുകൊണ്ട് നമ്മൾ അടുപ്പിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അടുപ്പാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്താൽ 10-40 ദിവസം എടുക്കുക 2 കുറ്റിയുള്ളവർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ 1 കുറ്റിയുള്ളവർക്കാണെങ്കിൽ 30 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു ലാഭവും കിട്ടും. പിന്നെ വിറകുള്ളവർക്കാണ് വിറകടുപ്പൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളത് വയണയിലപ്പം ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ നേരത്തെ ഞാൻ തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇത് തട്ട് വെച്ചിട്ട് നിറച്ച് അതിനകത്ത് വെച്ച് വെക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും. നമ്മളൊരു 1 മണിക്കൂറൊക്കെ ചെറിയ തീയിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഇതെടുത്ത് എൻ്റെ 2 മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വയണയിലപ്പവും ഇലയപ്പം എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് വയണയിലപ്പം കണ്ടോ, നന്നായിട്ട് ഇലയൊക്കെ വാടി ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ വട്ടയിലയാണെങ്കിൽ വട്ടയിലയുടെ ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് വരും കേട്ടോ. നല്ല ഇതാണ്, ആ ഒരു മണമാണ്. എൻ്റെ പുത്രൻ ഇരുന്ന് കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനും പുത്രനും, മൂത്ത മോനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അവനാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേയിലവെള്ളം ഇട്ടില്ല, കാരണം ഞങ്ങൾ വയണയിലൊപ്പം വട്ടയിലൊപ്പം ഒക്കെ ആയിട്ട് നല്ല വിശാലമായിട്ട്. അപ്പോൾ ഹാപ്പി ഡേ.